എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ശക്തിക്കും, ഭൂമിയിലുള്ള ഒരു ശക്തിക്കും സാധിക്കാൻ പറ്റാത്ത കാര്യം എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എനിക്ക് സാധിച്ചു. എൻ്റെ സ്ഥലം കൊട്ടാരക്കര. എൻ്റെ പേര് ശബരി എന്നാണ്. ഞാനൊരു ഹൈന്ദവനാണ്. ഞാൻ ആദ്യമായി വിശ്വാസത്തിലേക്ക് വരാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എൻ്റെ വൈഫ് പുറത്തായിരുന്നു. അന്യനാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വേറൊരു സ്ത്രീയാണ് അവരെ കൊണ്ടുപോയത്. ആ കൊണ്ടുപോയ സമയത്ത് ആ സ്ത്രീ ഒരു അറബിയുടെ വീട്ടിൽ ആട്ടിക്ക് കൊടുക്കുകയും തിരിച്ച് അവരുടെ പാസ്പോർട്ട് മേടിച്ച് പണയം വയ്ക്കുകയും ചെയ്തായിരുന്നു. തിരിച്ച് ഇങ്ങോട്ട് കയറി വരാൻ നിവൃത്തിയില്ലാതെ അവർ പോലീസ് സ്റ്റേഷനിലാവുകയും അവിടെ വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന അവസ്ഥയിൽ എനിക്കൊരു നിവൃത്തിയുമില്ല. ഞാൻ വലിയ ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പോയി പറഞ്ഞിട്ട് ആരും തന്നെ എനിക്കൊരു സഹായമില്ലാതിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മീനിൻ്റെ കച്ചവടമാണ്. ഞാൻ അങ്ങനെ കൊല്ലത്ത് മീനെടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അച്ഛന് 2 പ്രാവശ്യം അറ്റാക്ക് വന്നതാണ്. ആ അറ്റാക്ക് വന്ന അച്ഛൻ, ആ അമ്മ കൃത്യമായി ഇവിടെ കൃപാസനം പള്ളിയിൽ വരുന്ന ഒരമ്മയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് സങ്കടം പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു, മകനെ നീ ആ പള്ളിയിലൊന്ന് പോയിട്ട് ഒരു ഉടമ്പടി എടുക്കണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. ഉടമ്പടി എടുത്തു നോക്കൂ, നിൻ്റെ സങ്കടം മാറും എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വരുന്ന സമയത്ത് ഞാനൊരു ഹൈന്ദവനായതുകൊണ്ട് എന്നെ ഉടമ്പടി എടുക്കാനുള്ള പത്രിക കിട്ടിയില്ലായിരുന്നു. ഞാനിവിടെ വന്നു ഈ കൗണ്ടറിൻ്റെ ഇവിടെ വന്ന് പട്ടികൾ കരയും പോലെ കരഞ്ഞായിരുന്നു. അന്നേരവും ഇവിടെ നിന്ന് ഒരു അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു, മകനെ നീ വിഷമിക്കണ്ട, നീ ഇവിടെ വന്ന് നിൻ്റെ സങ്കടം ഒരു വെള്ള പേപ്പറിനകത്ത് എഴുതി ഈ അമ്മയുടെ മുന്നിലിരിക്കുന്ന ഈ പെട്ടിക്കകത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ കാലി മുത്തിയിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഇവിടെ വന്ന് അതുപോലെ ചെയ്തായിരുന്നു. ഇത് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച ആവുന്നതിന് മുന്നേ ഒരു 6 മണിയോളം ആവും. വൈകുന്നേരം 6 മണിയായപ്പം എന്നെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇന്നിപ്പോൾ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫോണെല്ലാം മേടിച്ച് വയ്ക്കും. പിന്നെ പാസ്പോർട്ട് അവരെ നിന്ന് മേടിച്ച ഒരു 1.25 ലക്ഷം രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുകയും അവരെ തിരികെ നാട്ടിലോട്ട് വിടാനും പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ കയറ്റിവിട്ട സ്ത്രീയുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവരവിടെ ഇല്ല, അവർ സ്ഥലം മാറിപ്പോയായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാതെ ആകെ അങ്ങ് വിഷമിക്കുമായിരുന്നു. പിന്നെ 6:30 മണി കഴിഞ്ഞു. ഞാൻ അന്നേരം ഈ അമ്മ പറഞ്ഞു തന്ന ഈ പത്രം വച്ച് ഞാൻ ഒരു മെഴുകുതിരി മേടിച്ച് കത്തിച്ച് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ പറഞ്ഞു തന്നതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 7:30-8 മണിയായി. 8 മണിയായിട്ടും ഈ മെഴുകുതിരി അങ്ങനെ തന്നെ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു 8:30-8:45 മണി കഴിഞ്ഞ സമയത്ത് എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. ഞാൻ കണ്ണൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മെഴുകുതിരി കത്തി അണയുന്ന ആ ഒരു നിമിഷത്തിൽ എൻ്റെ മൊബൈലിലൊരു കോൾ വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ IMO ഓണാക്കാനും വീഡിയോ കോളിൽ വരാനും പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ IMO ഓൺ ചെയ്ത്. അന്നേരം എൻ്റെ വൈഫാണ് വിളിക്കുന്നത്. അന്നേരം പറയുക, നാളെ രാവിലെ കൊച്ചി എയർപോർട്ടിൽ എന്നെ വിളിക്കാൻ വേണ്ടി വരണം. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ശക്തിക്കും, ഭൂമിയിലുള്ള ഒരു ശക്തിക്കും സാധിക്കാൻ പറ്റാത്ത കാര്യം എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ 9 വർഷമായി ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് 5 സെൻറ്റ് വീട് കിട്ടിയെടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഒരു ആനുകൂല്യമില്ല, നടന്നു പോകാനുള്ള ഒരു വഴി പോലുമില്ല. അപ്പോൾ ഈ വരമ്പിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ വൈദ്യുതി കണക്ഷൻ വലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ വീട്ടിലോട്ട് കറണ്ട് കിട്ടാനുള്ള ഒരു നിവൃത്തിയുള്ളൂ. അപ്പോൾ അതിനും ഞാൻ ഈ പുള്ളിക്കാരൻ്റെ സൈന് വേണം. ഈ സൈനിന് വേണ്ടി ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ വീട്ടിൽ കാറും എല്ലാം ഉണ്ട്. ആ പുള്ളിക്കാരൻ ഗൾഫിലും പുറത്തൊക്കെ ഇരുന്നതാണ്, നല്ല കോടീശ്വരനാണ്. അപ്പോൾ പുള്ളിക്കാരനോട് നമുക്ക് പിടിച്ച് നിൽക്കാനുള്ള സിറ്റുവേഷനില്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ കാറ് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ മെമ്പർ എനിക്കിവിടെ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇതിനകത്ത് സൈൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ മെമ്പർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ പോലീസ് പ്രൊട്ടക്ഷനിൽ ലൈൻ വലിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യാം, എന്നാൽ അതൊന്ന് കാണണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു കേസ് കൊടുത്തപ്പോൾ ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞു, ഇന്നതുപോലെ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ എന്നെ കൊണ്ടൊരു നിവൃത്തിയില്ല, ഞാൻ കൂലി വേലക്കാരനാണ്, എനിക്ക് കേസ് പറയാനോ കോടതിയിൽ പോകാനുള്ള ഒരു നിവൃത്തിയില്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. ആ സമയത്തും ഞാനിവിടെ വന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതുള്ളൂ. ഞാൻ വേറെ ആരോടും ഒരു വകയും പറഞ്ഞില്ല. ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരവസ്ഥ വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അത് ശകലം കാലതാമസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു പുതിയ കളക്ടർ അപ്പോയിൻമെൻ്റ് എടുക്കുകയും പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ചപ്പം പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രിസിറ്റിയും വെള്ളവും വൈദ്യുതി നിഷേധിക്കാൻ പറ്റാത്ത ഒരു ഘടകമാണെന്നുള്ള ഒരു സിറ്റുവേഷനിൽ അന്നേരം തന്നെ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ
വൈദ്യുതി കണക്ഷൻ വരികയും അന്നേരം തന്നെ പോസ്റ്റിട്ട് അന്നേരം തന്നെ എൻ്റെ ഭവനത്തിൽ വെട്ടം വരികയും ചെയ്യുന്നു. ആ വെട്ടം വരുന്ന സമയത്ത് അതിനകത്ത് നടന്ന അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിൽ ഈ വൈദ്യുതി കിട്ടുന്നതിന് മുമ്പേ തന്നെ ഒരു ഭിത്തിയിൽ ഈ അമ്മ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനകത്തുള്ള ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ അമ്മയോട് അത് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ വീട്ടിൽ വൈദ്യുതി വരുവാണെങ്കിൽ ആദ്യമായി എൻ്റെ അമ്മയുടെ പടത്തിൻ്റെ മേളിലായിരിക്കണം ഈ വെളിച്ചം തെളിയാൻ വേണ്ടി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ വൈദ്യുതി കണക്ഷൻ കിട്ടുന്ന ആ നിമിഷത്തിൽ അവർ വന്നു രാവിലെ കണക്ഷനൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, എവിടെയാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്? അത് 2ാമത്തെ മുറിയിലാണ്. അപ്പം പറഞ്ഞു 2ാമത്തെ മുറിയിൽ പോയിൻ്റ് ചെയ്താൽ കിട്ടത്തില്ല, അവർ വരുമ്പോൾ ഫസ്റ്റ് മുറിയാണ് കാണാനുള്ളത്, അവിടെ മാറ്റി പോയിൻ്റ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ അവർ 2 ഭിത്തിയിൽ അടിച്ചു തുറന്നു ഈ ബൾബ് വയ്ക്കുന്ന ആംഗിൾ ബാറ്റം വെച്ചായിരുന്നു. അപ്പോൾ അത് ശരിയായില്ല. പിന്നെ അയാൾ തന്നെ പറയുന്നത്, ഇവിടുന്ന് മാറ്റി അതിൻ്റെ മേളിലോട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറഞ്ഞു. ആ കൃത്യസ്ഥലത്ത് അമ്മയുടെ മാതാവിൻ്റെ ആ ഫോട്ടോയുടെ മേൽഭാഗത്ത് തന്നെ ആംഗിൾ ബാറ്റ് ശരിയായതും അതിൻ്റെ മേളിൽ തന്നെ ആ ബൾബ് കറക്റ്റായിട്ട് വരികയും ആദ്യമായി വെളിച്ചം വന്നത് എൻ്റെ അമ്മയുടെ പടത്തിന് മുന്നിലായിരുന്നു. അതിലും എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ഞാനിപ്പോൾ വന്നത് ഒരു ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യം എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഒരു പഴയ വാഹനം പോലും എടുക്കാനുള്ള ഒരു സ്വപ്നത്തിന് അർഹനല്ല ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എനിക്കത് എടുക്കുമെന്നതിന് ഒരു 2 വീലർ തന്നെ എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നടക്കത്തില്ല എന്നുള്ള ഒരു മനസ്സായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ അനുഗ്രഹിച്ചു. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചായിരുന്നു ഒരു വാഹനം എടുക്കാൻ വേണ്ടി. അന്നേരവും ഞങ്ങൾ വയലിൽ താമസിക്കുന്നതുകൊണ്ട് ഈ വയലിനൊരു ആനുകൂല്യം കിട്ടത്തില്ല, ഒരു അക്കൗണ്ടും പാസ്ബുക്ക് എടുത്തിരുന്നാലും ഈ വസ്തുവിന് വില കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്നു. അത് നോക്കിയിട്ട് ബാങ്കുകാരെല്ലാം എന്നെ തിരസ്കരിച്ചു. ഇപ്രാവശ്യം എന്തോ ഒരു ഭാഗ്യത്തിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച പെട്രോൾ പമ്പിലോട്ട് പോയപ്പോൾ ഒരു പയ്യനെ കണ്ട് പരിചയപ്പെടുകയും ആ പയ്യൻ പറഞ്ഞു, ഇന്നതുപോലെ ചേട്ടാ ദീപാവലിയുടെ ഒരു ഓഫറുണ്ട്, ഈ വാഹനം എടുക്കണം, ചേട്ടനൊന്ന് ശ്രമിച്ചു നോക്കും. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല. എന്തോ എൻ്റെ മനസ്സിൽ എൻ്റെ ഈശോ എൻ്റെ അമ്മ പറയും പോലെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിക്കുകയും ഞാൻ അവിടെ പോയി അതെല്ലാം എഴുതി കൊടുക്കുകയും ഫിനാൻസുകാർ വന്ന് അന്നേരം തന്നെ കണ്ടു. വണ്ടി പിറ്റേ ദിവസം ഇപ്പോൾ മെനഞ്ഞാന്ന് എനിക്ക് പുതിയ വാഹനം എടുത്ത്, എനിക്ക് അതിനകത്തൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ വാഹനത്തിലാണ് ഞാൻ ഇതുവരെ വന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് ഇതുവരെയും എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നത്. എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എനിക്ക് തന്ന അനുഗ്രഹത്തിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരുടെയും സങ്കടങ്ങളും വിഷമങ്ങളും ഈശോയും എൻ്റെ അമ്മ മാതാവും കണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.